ഇനി ആ കടന്നുപോയ ദൃശ്യങ്ങളാണ് ഇന്ന് കൃത്യമായ വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഏത് കടുത്ത സാഹചര്യം, അത് കാലാവസ്ഥാ വ്യതിയാനങ്ങളടക്കം ഏത് കടുത്ത സാഹചര്യങ്ങളെയും നേരിടാൻ മനുഷ്യ ശരീരത്തെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള പരിശീലന മുറകളാണ് അത് ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെയുള്ള കേന്ദ്രങ്ങളായിരുന്നു നടന്നത്. യോഗയടക്കമുള്ളവ അഭ്യസിച്ചുകൊണ്ടുകൂടിയാണ് ഇതിനുവേണ്ടി തയ്യാറെടുത്തത്. നീന്തൽ, മറ്റു പരിശീലനങ്ങൾ, ജിമ്മിലെ വർക്കൗട്ടുകൾ, അങ്ങനെ വിവിധ തരങ്ങളിൽ ഒരു മനുഷ്യ ശരീരത്തെ ഏത് പ്രതികൂല സാഹചര്യത്തിലും ജീവിക്കാൻ ഉതകുന്ന വിധത്തിൽ പരുവപ്പെടുത്തിയെടുക്കുക എന്നതാണ് ഓരോ ബഹിരാകാശ യാത്രികന്റെയും ഈ പരിശീലന കാലയളവിൽ നടക്കുക. അതേറ്റവും ഗംഭീരമായി ഭംഗിയായി പൂർത്തീകരിച്ചവരാണ് ഈ അവസാന 4 പേരിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള 4 പേരെയാണ് ഇന്ന് പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിനും ലോകത്തിലേക്കുമായി പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അത് തണുപ്പ്, ചൂട്, അല്ലെങ്കിൽ ഓക്സിജന്റെ വിവിധ തരത്തിലുള്ള അളവുകൾ വരുന്ന സമയം, അങ്ങനെ ഏതൊക്കെ രീതിയിൽ മനുഷ്യന് ഒരുപക്ഷെ ബഹിരാകാശത്ത് പ്രതിസന്ധികൾ ഉണ്ടാകാം, അതിനെയെല്ലാം തരണം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പരിശീലനമാണ് ഇവർ സിദ്ധിച്ചിരിക്കുന്നത്. ഇനിയുള്ള നാളുകളിലും സമാനമായ രീതിയിലുള്ള മറ്റ് പരിശീലനങ്ങളുമൊക്കെ തുടരേണ്ടതുണ്ട്. തുടർന്നാണ് ഈ ദൗത്യത്തിലേക്ക് നമ്മൾ കടക്കുക. അതിൻ്റെ ദൃശ്യങ്ങളുമാണ് ഇന്ന് ISRO പങ്കുവെക്കുകയും ചെയ്തത്. തീർച്ചയായും പ്രശാന്ത് ബാലകൃഷ്ണൻ എന്നത് മലയാളിക്ക് കുറച്ചുകൂടി സന്തോഷം പകർന്നത്. ഇതെല്ലാം ഭാരതീയരാണ്. നമുക്ക് ആ സന്തോഷത്തിനൊപ്പം നമ്മുടെ തൊട്ടടുത്തുനിന്ന് ഒരാൾ കൂടി ഈ സംഘത്തിൽ ഭാഗമാകുന്നു എന്ന അഭിമാനം കൂടി നമുക്കുണ്ട്.